ഇപ്പം ചേച്ചി പറഞ്ഞില്ലേ ഇത്രയും കൂടി വെയിറ്റ് ചെയ്യുമോനെ എന്ന് പറഞ്ഞില്ലേ? ഉച്ചയായി അമ്മേ, മെയിലൊന്നും വന്നില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞ ഡേറ്റായി 8-ാം തീയതിയായി, ഉച്ചയായി, മെയിലൊന്നും വന്നില്ല. അപ്പം അമ്മ എന്നാ പറയണത്? ഇത്രയും കൂടി വെയിറ്റ് ചെയ്യുമോനെ എന്ന് പറയും. കാര്യം അമ്മയുടെ ആ ഒരു വിശ്വാസത്തിലാണ് കർത്താവ് മകൻ്റെ ജോലി കൊടുക്കുന്നത്. അവൻ്റെ കഴിവിലല്ല, അവൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ വിശ്വാസത്തിലാണ്. വിശ്വാസം എന്താണ്? വിശ്വാസം എന്താണ് ചെയ്യണത്? നമ്മൾ വിശ്വാസം ഓരോ പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച് കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഓരോ പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ച് കൊടുക്കണം. വിശ്വാസം പ്രഖ്യാപിക്കണത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു മോൾ സാക്ഷ്യം പറഞ്ഞു, ക്യാൻസറാണ്, സുഖപ്പെട്ടു, പിന്നെയും ക്യാൻസർ തിരിച്ചു വന്നു, പച്ചപ്പ് തുടങ്ങി അല്ലേ? വീണ്ടും ആ ക്യാൻസർ തിരിച്ചു വരികയാണ്, ശരീരത്തിൽ പഴുപ്പും പച്ചപ്പും തുടങ്ങി, ക്യാൻസർ മുന വെക്കാൻ തുടങ്ങി. അപ്പോഴെന്നാ ചെയ്യണം? നമ്മൾ ഈ ക്യാൻസറിനെ ഈശോൻ്റെ നാമത്തിലാക്കി കളയും. എന്താ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യണത്? നമ്മൾ ക്യാൻസറല്ല കർത്താവെന്ന് പറയും, ഇല്ലേ? ഈശോയാണ് കർത്താവെന്ന് പറയും. നീ പറയണം, ക്യാൻസറല്ല കർത്താവ്, ഈശോയാണ് കർത്താവെന്ന് പറയാൻ പറയും. ഈശോ കർത്താവായി കഴിയുമ്പോൾ എന്ത് പറയും? ക്യാൻസർ ഈശോയുടെ ഭരണത്തിൻ്റെ കീഴിലാകും. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കണത്. യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയും. ക്യാൻസറല്ല കർത്താവ്, യേശുവാണ് കർത്താവെന്ന് അക്ഷരം കൊണ്ടിട്ട് പറയും. ഇപ്പം കടങ്ങളൊക്കെ വരുമ്പോഴും ജപ്തി വരുമ്പോഴും നീ പറയണം, ബാങ്കല്ല കർത്താവ്, ജപ്തിയല്ല കർത്താവ്, യേശുവാണ് കർത്താവെന്ന് പറയണം. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജപ്തി നടപടികൾ ഉണ്ടാകുമ്പോൾ, കടഭാരം കയറുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, അങ്ങിൽ ആശ്രയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി. രക്ഷക കർത്താവേ, നാഥനേ, ആമേൻ ആമേൻ പാടാം. രക്ഷക കർത്താവേ, നാഥനേ, യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയെ സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മത്തായി 7:24 എന്താ പറഞ്ഞത്? ദൈവവചനം ഒന്ന് പറഞ്ഞേ. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. പാറയാക്കി മാറ്റണ എന്താ? ദൈവവചനത്തിൻ്റെ ആദ്യം എന്താ സംഭവിക്കണത്? കേൾവിയാണ്. കേൾവിയിലൂടെ എന്താ സംഭവിക്കണത്? വിശ്വാസം അല്ലേ? വിശ്വാസം കേൾവിയിൽ നിന്ന് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണേ? റോമ 10:9 എന്താ പറയണത്? നമ്മളെങ്ങനെ പാറയായി മാറണമെന്നാണ് ഇപ്പോൾ പറയണത്. എങ്ങനെ പറയണത്? ഈ കേൾവിയും തന്നെയാണ്. കേൾവിയാണ് നമ്മളെ വിശ്വാസം നൽകണത്. വിശ്വാസമാണ് നമ്മളെ പാറയാക്കി മാറ്റുന്നത്. വിശ്വാസം കേൾവിയിൽ നിന്ന് പറഞ്ഞ് റോമ 10:9 വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്. അവ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസം കൂടുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസം കൂടി നമ്മൾ പാറയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
റോമ 10:9 അനുസരിച്ചുകൊണ്ട് 10:9 അനുസരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് മത്തായി 7:24 പ്രകാരം അത് പാലിച്ച് വചനം പാലിച്ച് പാറയായി മാറാൻ കർത്താവേ ഈ പാറമേൽ കർത്താവിന്റെ ഭവനം പണി ചെയ്യുന്ന മത്തായിയുടെ സുവിശേഷം 16:18 അനുസരിച്ചുകൊണ്ട് വിശ്വാസത്താൽ ദൈവിക പദ്ധതികളെ നടപ്പിലാക്കുവാൻ നിവൃത്തിയാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിന്തിക്കട്ടെ. ഉടമ്പടി കർത്താവേ, വിശ്വാസപ്രകാരം ദൈവവചനം പാലിച്ച് അഭിഷിക്തരാകാൻ, ദൈവാത്മാവിൽ ശക്തി പ്രാപിക്കാൻ ഞങ്ങൾ ചെയ്ത ഉടമ്പടിയെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസം ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസം ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ. Praise the Lord. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് യാത്രയാക്കാൻ പോവുകയാണ്. സന്തോഷമായിരിക്കണം. ഉടമ്പടി പ്രകാരം ജീവിക്കുമെന്നും പ്രാർത്ഥിക്കുമെന്നും അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല. വിശ്വാസ പ്രമാണം ചൊല്ലുക. Lord Jesus Christ, pour out your spirit. Perfect sacrifice of precious. I cast my dimension Hades and troubles and taxes. I call the Father Almighty. But heaven and earth is the contain. Let the division's power to his leaders. Status at last in the creation. May blessed be the family. And I do to the Catholic Church with the power of Jesus Christ. With the metals of the Holy Priesthood. I bless her. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ കുരിശിൻ്റെ അടയാളം ദൈവശക്തി ഞാൻ നേരത്തെ ശരീരത്തിലെ കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങ് നൽകുന്ന അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇവർ തന്നി പറയുന്നു. കർത്താവേ, ആരാധനയിൽ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം നേടുന്നവൻ്റെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. രോഗദുരിതങ്ങൾ, വിഷമതകൾ, പ്രയാസങ്ങൾ, കടഭാരങ്ങൾ, മാരക രോഗങ്ങൾ, ജീവിത പ്രതിസന്ധികൾ, തൊഴിൽരഹിത അവസ്ഥകർ, ഭവനരഹിത അവസ്ഥകർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ്മ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ആദ്യമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുസന്നിധി സാക്ഷ്യം പറഞ്ഞത്. അതെൻ്റെ ഒരു ജോലിയുടെ സംബന്ധമായിട്ടും എക്സാമിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലോട്ട് ജോലി ചെയ്യാൻ പോയി. അവിടെ ആയിരുന്നപ്പം പോലും അവിടെ ഒരു അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. ആ രൂപത്തിൻ്റെ അടിയിൽ കൃപാസന അമ്മയുണ്ടായിരുന്നു.
അപ്പോഴേ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അവിടെ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തന്നെ ആവേണ്ട വന്നു. പക്ഷേ അവിടെ ആയിരുന്നപ്പം പോലും എൻ്റെ അമ്മ മാതാവ് ഈശോ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ആയിരുന്നപ്പം എൻ്റെ 7 മാസം ഞാൻ അവിടെ തന്നെ ഡൽഹിയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവ് ഈശോനെ അതുപോലെ എന്നെ സംരക്ഷിച്ചു. യാതൊരു ആപത്തും കൂടാതെ എന്നെ അവിടെ കാതു പാലിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു, സൗദിയിലോട്ട്. അപ്പം എനിക്ക് സൗദിയിലോട്ട് നോക്കുമ്പോൾ ആദ്യമേ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച സമയത്ത് അങ്ങ് പൈസയൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ഉടമ്പടിയുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടും ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് OET എഴുതണമെങ്കിൽ ഞാൻ പൈസ തരാം, അങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ OET എഴുതുന്നില്ല, എനിക്ക് സൗദിയുടെ പ്രോമെട്രിക്കിൻ്റെ ഇത് നോക്കാനായിട്ട് എനിക്ക് ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പൈസ ഒന്ന് തരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ തന്നെ അവൾ എനിക്ക് പൈസ തന്നു. അങ്ങനെ ഞാൻ എന്നാണോ എനിക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് പൈസ കൊടുക്കാനായിട്ടിരുന്ന അന്ന് തന്നെ എനിക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് കൊടുക്കാനും പറ്റി. അത് കഴിഞ്ഞ് തടസ്സങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് കിട്ടാനും. പക്ഷേ പല തടസ്സങ്ങളിൽ കൂടെ പോയാലും എൻ്റെ ലാസ്റ്റ് അതെനിക്ക് റെഡിയാക്കി അമ്മ മാതാവ് തരാറുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ എലിജിബിലിറ്റിയും HRDയും എല്ലാം കൊടുത്തപ്പം പോലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതിന് HRD കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അവിടെ ഏജൻസിക്ക് കൊടുത്തിട്ടൊന്നും നമ്മൾ ഏജൻസിക്കാർ പല സമയത്ത് റിപ്ലൈ തരുന്നില്ല. അപ്പം നമ്മൾ ഡൽഹിയിലായിരുന്നോട് ഞാൻ തന്നെ ആയിരുന്നോട് എനിക്ക് നല്ല പേടിയായിരുന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിഗ്രി ഇതെല്ലാം പോവോ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിരുന്നു. ഞാൻ പോകുന്നിടത്ത് സമയത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇച്ചിരി താമസിച്ചാണെങ്കിലും എനിക്കിതെല്ലാം റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അധികം വൈകാതെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതും സെലക്ഷനായി. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എക്സാം പാസ്സായാലേ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അവിടെ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു. അപ്പം ഒരു വർഷത്തെ ഗ്യാപ്പ് ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ അമ്മാതാവിനെ ഈശോയും കൂടെ വിളിച്ചുകൊണ്ട് തന്നെ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് 1 മാസമേ ഞാൻ ആ എക്സാമിന് പ്രോമെട്രിക്ക് എഴുതാനായിട്ട് ഞാൻ പഠിച്ചുള്ളൂ. അതും ഞാൻ മൊത്തത്തോടെ ഒന്നും പഠിച്ചൊന്നുമില്ല. ഇനി ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ടായിരുന്നു. ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്ത് കണ്ടിട്ട് ഡേറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ 1 മാസമേ എനിക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സാമിന് പ്രാർത്ഥിച്ച് പോയി. എക്സാമിന് തലേദിവസം ഞാൻ ട്രിവാൻഡ്രത്തെ ഡേറ്റ് എടുത്തത്. അപ്പം ഞാൻ തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് അമ്മമാതാവിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ എനിക്ക് കാണിച്ചു തരണമെന്ന്. ഞാൻ പോയി. അവിടെ എൻ്റെ ആൻറ്റി എന്നെ അവിടെ കൊണ്ട് വിട്ടത്. അത് ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ തലേദിവസം ചെന്ന് താമസിച്ച് അവിടെ ഏതോ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തെ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് ഉടമ്പടി പുസ്തകവും ഇതെല്ലാം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അത് കഴിയുമ്പോഴത്തേനും എൻ്റെ കാശ് രൂപ എൻ്റെ കൊന്തയിൽ കിടക്കുന്നതൊക്കെ ആ മോള് കണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ആ കൊച്ചെന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് അവളുടെ കയ്യിലുള്ള ഉടമ്പടി പുസ്തകവും കാശ് രൂപ എനിക്ക് ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ കൂടെ ഞാൻ പോകാത്ത സ്ഥലത്താണെങ്കിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എക്സാമിന് പോയി. ഒരു തടസ്സവും കൂടാതെ എന്നെ എക്സാം സെൻറ്ററിൽ എത്തിച്ചു. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് ട്രിവാൻഡ്രം. ഞാൻ ഇതുവരെ ട്രിവാൻഡ്രത്ത് പോയിട്ടുമില്ല. പക്ഷേ യാതൊരു തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സാം സെൻറ്ററിലോട്ട് കയറുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ഉടമ്പടി ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി. അവർ ഉടമ്പടി ഉപ്പ് അകത്തോട്ട് കയറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി. അവർ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് നമുക്ക് കാശുരൂപം പോലും കൈ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അത് കാശുരൂപം ഞാൻ കൊന്തയിൽ ഇട്ടിട്ടാണ് അകത്ത് കയറിയത്. എന്നിട്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് എക്സാം തുടങ്ങി. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല, ആൻസർ എനിക്കറിയത്തില്ല, അമ്മ മാതാവിനറിയാം, എനിക്കിത് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം ഇനി എൻ്റെ പൈസയോ ഒന്നുമില്ല. ഇനി എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് എന്നെ കയറ്റില്ലെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അത് കഴിഞ്ഞ് എക്സാം എഴുതി. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോഴോടും എനിക്കറിയത്തില്ല, കാരണം എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്കിതിന് ആൻസർ പല ഓപ്ഷൻ കാണുമ്പോൾ ഇതാണോ ശരി, അതാണോ ശരി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. പിന്നെ ഞാൻ തന്നെ അമ്മാതാവിൻ്റെ കാശ് രൂപം ആ
എല്ലാ മൊത്തം ക്വസ്റ്റിൻ്റെയും സമയത്ത് എൻ്റെ ഒരു കയ്യിൽ കാശ് രൂപം എൻ്റെ പിടിച്ചാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങി ലിഫ്റ്റിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പം ഒരു ചേച്ചി ഖത്തറിൻ്റെ എക്സാം കഴിഞ്ഞ് പാസ്സായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയത്തോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരാൾ, ഞാൻ തന്നെ വരാനായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ എൻ്റെ ഈ അമ്മാതാൻ്റെ രൂപത്തിൽ ചേച്ചി അമ്മമാതാവ് ആ ചേച്ചിയുടെ രൂപത്തിൽ വന്നാന്ന് എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, ഇങ്ങോട്ട് അടുത്ത് വന്ന് അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി എൻ്റെ ഈ കാശുരൂപം കണ്ടിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കി. എന്നിട്ട് ആ ചേച്ചിയുടെ കരുത്തിൽ കൊന്തയിലും കാശുരൂപം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മാതാവ് തന്നെയാണ് എൻ്റെ കൂടെ. ഞാൻ എവിടെ പോയാലും എവിടെ പോയാലും എൻ്റെ മാതാവിൻ്റെ സംരക്ഷണം എന്നെ എപ്പോഴും എന്നെ കാത്തു പാലിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് ഓരോ ദിവസം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് റിസൾട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിന്ന് ഒരു 14ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചുമ്മാ തോന്നി ഒരു നന്മ 1000 മണി ജപമാല ഒന്ന് ചെല്ലാവും, നന്മ പറയുമ്പോൾ ഒന്ന് ചെല്ലാവുമെന്ന് എനിക്കെന്തോ തോന്നി. ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ച് ഈ ജപമാല തീരുന്നതിന് മുന്നെങ്കിലും എൻ്റെ റിസൾട്ട് ഒന്ന് വരണമെന്ന് ഞാൻ ജസ്റ്റ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു 980ാമത്തെ നന്മ പറയായപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തോ അപ്പോൾ ഉണ്ടായെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരുപാട് എന്തോ ഒരു ദൈവസാന്നിധ്യം എനിക്ക് ഞാൻ ഇരുന്ന റൂമിൽ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കിയുള്ള നന്മ പറയുകയും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ബൈബിൾ വായിച്ച് ബൈബിൾ വായിച്ചപ്പോഴെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ റിസൾട്ട് ഉടമ്പടി തൈലമൊക്കെ വെച്ച് ഫോണിൽ വെച്ച് പ്രാർത്ഥിച്ച് തേച്ച് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 518 മാർക്ക്, 500 മാർക്കായിരുന്നു പാസ് മാർക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് 518. അതെനിക്ക് ഉറപ്പാണ്. അതെൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ഇതുകൊണ്ടോ എനിക്ക് കിട്ടിയതല്ല. അത് അച്ഛനൊക്കെ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതിൽ തന്നെ എനിക്ക് കിട്ടിയതാണ്. കാരണം എൻ്റെ കഴിവുകൊണ്ട് അത് കിട്ടത്തില്ല. ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്ര ഞാൻ ആ മാസം മൊത്തം ഇരുന്ന് പഠിക്കുകയൊന്നും അല്ലായിരുന്നു. പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ മാതാവ് ഈശോയും കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഒന്നാമത് എൻ്റെ കയ്യിൽ ഇത്ര ഒരു വർഷത്തെ ഗ്യാപ്പ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്കിനിയും തരാനായിട്ട് പൈസ ആരും തരാനുമില്ല. ഇപ്പം ഇതെല്ലാം നമ്മുടെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവ് ഈശോയും ഞാൻ ഓഗസ്റ്റ് 1 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഓഗസ്റ്റ് 8 എക്സാമിന് ഞാൻ പോയത്. ഓഗസ്റ്റ് 8 വന്നപ്പം പോലും ഞാൻ അമ്മാതാനോട് പറഞ്ഞായിരുന്നു ഞാൻ ഇനിയും വരുന്നത് എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ എൻ്റെ എക്സാം റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് മെഡിക്കൽ രജിസ്ട്രേഷനും മെഡിക്കലിന് പോയപ്പം പോലും പല തടസ്സമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കിട്ടാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് മെഡിക്കൽ ചെയ്തതിൽ അവിടെ 2 പേർക്കോ 3 പേർക്കോ ആണ്ടേ മെഡിക്കൽ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്കും അതുപോലെ ടെൻഷനായി. ഇനി പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി അങ്ങനെ മെഡിക്കൽ ഫിറ്റ് ആവാതെ ഇരിക്കുമോ അങ്ങനെയൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്നവരും കൂടെ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഫിറ്റ് ആകാൻ ഭയങ്കര പാടായി. നമുക്ക് പിന്നെയും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മെഡിക്കലിന് ഇതെല്ലാം ടെസ്റ്റിനൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. 2:30 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിസൾട്ട് വന്നു. ഞാൻ അകത്ത് കയറി. അപ്പോഴും ഒരുപാട് ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആറായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് മെഡിക്കൽ ഫിറ്റായെന്ന് പറഞ്ഞു. എത്ര നന്ദി മാതാവിനും ഈശോയോടും പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. കാരണം എനിക്ക് ഇനി ഒരു മെഡിക്കൽ എടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല. ഇനി മെഡിക്കൽ ഫിറ്റാവാതിന് വേറെ എന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. പക്ഷേ എൻ്റെ മാതാവ് ഈശോയും എന്നെ മെഡിക്കലൊക്കെ എനിക്ക് ഫിറ്റാക്കി തന്ന് അത് കഴിഞ്ഞ് VFSും അതിൻ്റെ പല പ്രോസസ്സിങ്ങിലും എന്നെ തടസ്സമൊന്നും കൂടാതെ എന്നെ മാതാവ് കാത്തു. ഞാൻ ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ എലിജിബിലിറ്റിയിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനെങ്ങനെയോ എന്തോ മാതാവ് എനിക്ക് കാണിച്ചു തന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എൻ്റെ എലിജിബിലിറ്റിയിൽ എന്തോ കോൺടാക്ട് നമ്പർ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു. അപ്പം അത് വേറെ ആർക്കും അത് മനസ്സിലായില്ല. എനിക്കെന്തോ അത്
തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച്, അപ്പോൾ അത് തെറ്റായിട്ട് ചെയ്തവരുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും പൈസ മുടക്കേണ്ടതൊക്കെ വന്നു. അത് ആ പൈസയൊക്കെ പലരുടെയും സഹായം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതെല്ലാം അമ്മാതാവ് ഈശോയുടെ ഇടപെടലാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഈ സൗദിയിൽ ഇതിനായിട്ട് ഇറങ്ങിയപ്പം പോലും 1 രൂപ പോലും കൈ കാണാതെയാണ്. പിന്നെ അമ്മമാതാവ് ഈശോ എൻ്റെ കൂടെ കാണും. ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് എന്നെ ഇതുവരെ എത്തിച്ചത് ദൈവമാണെങ്കിൽ ഇനി ഇപ്പോൾ സൗദിയുടെ ഇതുവരെ എനിക്ക് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് സൗദിയിലോട്ട് പോകാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് VFSും ബാക്കിയുള്ള വിസയ്ക്ക് വെച്ചപ്പോഴും എല്ലാം ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഓഗസ്റ്റ് 22-ന് എൻ്റെ റിസൾട്ട് വന്നത്. സെപ്റ്റംബർ ഈ 29 ആയപ്പം എൻ്റെ വിസയും വന്നു, എൻ്റെ ടിക്കറ്റും വന്നു. ഞാനിപ്പോൾ ഒക്ടോബർ 6-ന് ഞാൻ സൗദിയിലോട്ട് പോകും. അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ പറ്റി. ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ പാസ്പോർട്ടും വിസയും എല്ലാം ആയിട്ട് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം നാളെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എല്ലാത്തിനും മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് എൻ്റെ കിട്ടുന്ന സാലറിക്കകത്തുനിന്ന് ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ടും അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്കല്ലാതെ ഫുഡ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട്. പിന്നെ അവിടെ പിള്ളേരൊക്കെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ പോകുമ്പോഴൊക്കെ ഫുഡ് വേണമെന്നൊക്കെ, ഫുഡ് വാങ്ങിച്ചു തരാമോ, ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും, വാങ്ങിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച്. അപ്പം എൻ്റെ കയ്യിൽ ചിലപ്പം 50 രൂപയെല്ലാം കാണത്തുള്ളായിരിക്കും. പക്ഷേ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാനും അതുപോലെയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ആ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിന് പത്രം പള്ളികളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും എൻ്റെ പല പ്രതിസന്ധികളിലും ഈ കൊന്ത മാത്രമേ എനിക്ക് സഹായം ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയാലും കൊന്ത ചൊല്ലും. അതിപ്പം ആർക്കെന്ത് തോന്നിയാലും ഞാൻ നോക്കത്തില്ല. എനിക്ക് കൊന്ത ചൊല്ലണമെന്നൊന്നുമില്ല. അതിപ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ കൊന്ത ചൊല്ലും. അതിപ്പോൾ എത്ര കൊന്ത ചെല്ലുന്നോ അതൊന്നും ഞാൻ ഓർക്കാറില്ല. കാരണം ഞാൻ മെഡിക്കലിനും എന്തൊരു കാര്യത്തിന് പോയാലും ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് എവിടെയും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതിപ്പോൾ എനിക്ക് ട്രെയിനിലൊന്നും എനിക്ക് നിൽക്കാൻ പോലും എനിക്ക് സ്ഥലം കാണത്തില്ല. പക്ഷെ ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പല സ്ഥലത്തും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ എല്ലാം എനിക്ക് അമ്മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ചില ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചില ഇടയ്ക്കൊക്കെ മുടക്കം വന്നെങ്കിൽ പോലും എൻ്റെ അമ്മാതാവ് ഈശോ എന്നെ കൈവിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനുള്ള തെളിവ് തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ വിസയും എൻ്റെ പാസ്പോർട്ടും. ഇനി മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ 2019 ജനുവരി 25-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ താമസിച്ചു പോയി. അതിന് 1000 ക്ഷമ ചോദിക്കുന്നു. ആദ്യമേ എൻ്റെ പേര് സിജോ വർഗീസ്. ഞാൻ മാന്നാർ പാവുക്കര ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് പണിക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് പണി പൂർത്തിയാവുകയും അതുകൊണ്ട് എൻ്റെ വൈഫ് സൗദിയിൽ പോകാൻ വേണ്ടി പ്രൊമോട്ട് എഴുതുകയും അത് പാസ്സായി. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പാസ്സായി എന്ന് എന്നെ വിളിച്ച് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് താഴെ ഒരു റൂമേ ഉള്ളായിരുന്നു, ചെറിയൊരു വീട് ദൈവം തന്നത്. അത് കഴിഞ്ഞ് മേളിൽ അമ്മ, പപ്പ, ഞാൻ, വൈഫ്, മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മുറിയേ ഉള്ളായിരുന്നു. അന്നേരം 2 വർഷത്തിന് ശേഷം അമ്മ ഞങ്ങൾക്ക് മേളിൽ 2 മുറിയും കൂടെ ഇറക്കുകയും ആ വീട് ഇച്ചിരൂടെ 2 നിലയായിട്ട് പണിയുകയും ചെയ്തു. അതിനുശേഷം വൈഫിൻ്റെയൊക്കെ കുടുംബത്ത് അവിടെ സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു. 5ാമത്തെ നില പണിതിട്ട് ഞങ്ങൾ പെർമിഷൻ എടുക്കാതാണ് ഞങ്ങൾ വീട് പണിതത്. കാരണം പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ വേണം, പെർമിഷൻ വാങ്ങിച്ചിട്ടേ നമുക്ക് വീട് പണിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഇത് പെർമിറ്റിന് വേണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തിട്ടും അതങ്ങോട്ട് ശരിയാകുന്നില്ല, അത് അപ്ലോഡ് ആകുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും മാതാവിൻ്റെക്ക് നേരിട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ആലപ്പുഴ വരെ വന്നപ്പോഴത്തേക്ക് അത് അപ്രൂവലായി കിട്ടുകയും അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ വൈഫിന് ഒക്കെ സ്വന്തമായൊരു ഭവനമില്ലായിരുന്നു കുടുംബത്ത്. അതും ഇവിടെ ഉടമ്പടി വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥന ഫലമായി അതും സാധിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ
എനിക്ക് സ്വന്തമായൊരു വാഹനം ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അത് മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. അത് ഓടിച്ച് ഇവിടെ വരികയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങ് വന്നിട്ട് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുമായിരുന്നു. അതിന് ഒത്തിരി ഞാൻ ക്ഷമ ഉപയോഗിക്കുന്നു. നമുക്ക് ഒത്തിരി അനുഗ്രഹം തന്നാൽ അത് ഇവിടെ ഒന്ന് ദൈവത്തിന് സാക്ഷ്യപ്പെടുത്തിയാലേ നമുക്ക് ഇതാകത്തുള്ളൂ. കാരണം ഇന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടൽ, തലകറക്കം. കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ വിശദീകരിക്കണേ, എന്നെ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്നായിരുന്നു. ഇവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെന്ന് ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അല്ലാതെ വീടുകളിലും എല്ലാം കൊണ്ട് കൊടുക്കും, പള്ളികളിലും എല്ലാം ഞാൻ കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുക്കും, ഹോസ്പിറ്റലിൽ പോയി ഫുഡ് കൊടുക്കും. അല്ലാതെ രോഗികൾക്കൊക്കെ പൈസ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വരുമല്ലോ, അന്നേരം ഞാൻ അത് പൈസ അവർക്ക് അയച്ചു കൊടുക്കും, അവരുടെ അക്കൗണ്ടിലൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ജോലിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് സൗദിയിൽ നേഴ്സാണ്. ഞാൻ എന്താവശ്യം പറഞ്ഞാലും അവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് വൈഫ് തന്നെ എന്നെ ഒത്തിരി പ്രചോദിപ്പിക്കാറുണ്ട്. വൈഫ് ഇപ്പോൾ സൗദിയിലെ നേഴ്സാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പ്രോമട്രി പാസ്സായി സൗദിയിൽ ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞ് വൈഫിന് ജോലി മാറി കയറുവാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അത് സാധിച്ചു കിട്ടുകയും ചെയ്തു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയും ഉടമ്പടി സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഒത്തിരി ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയും നേരത്തെ ഇടയ്ക്ക് മുടങ്ങി പോകാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോവുകയും നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ കുമ്പസാരിക്കാനൊക്കെ ഒത്തിരി മടി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോകാറുണ്ട്. ബൈബിള് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ വെച്ച് വായിക്കാറുണ്ട്. പിന്നെ ഇപ്പം സന്ധ്യപ്രാർത്ഥനയും അല്ല കുടുംബ പ്രാർത്ഥനയും എല്ലാം ചൊല്ലാറുണ്ട്. ഇപ്പം ഇത്രയേറെ ഞങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്